നിങ്ങൾ 5.8 നിന്ന് 5.1 കൊണ്ടുവരുമ്പോൾ ആകെയുള്ള 47 ലക്ഷം കോടിയാണ് നിങ്ങൾക്ക് ചെലവഴിക്കാനുള്ളത്. അതിൽ 28% വരുന്നു എന്നുള്ളതാണ്. 47 നിന്ന് 17 ലക്ഷം വരുമ്പോൾ ഈ 47 ലക്ഷത്തിൽ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ, അതായത് നമ്മൾ ഈ 17 ലക്ഷം കടമെടുത്ത് 47 ലക്ഷം ഉണ്ടാക്കുമ്പോൾ പലിശ ഇനത്തിൽ നമ്മൾ കൊടുക്കുന്നത് എത്രയാണെന്ന് അറിയാം? 12 ലക്ഷം കോടി രൂപ. അതായത് 12 ലക്ഷം കോടി രൂപ. 20%. 25% വരും. 48ൻ്റെ പകുതി 24, 24ൻ്റെ പകുതി 12. അപ്പോൾ 25% നമ്മൾ പലിശ ഇനത്തിൽ കൊടുക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് 5.8, കേന്ദ്രത്തിന് 5 ഉണ്ട് എങ്കിൽ കേരളത്തിന് അത് 3% കുറയ്ക്കുന്നതിന് യാതൊരു യുക്തിയും നീതിയുമില്ല. കാരണം FRBM ആക്ട് കേന്ദ്രത്തിനും കേരളത്തിനും ഒരേപോലെയാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ ചുരുക്കുക, കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന കോർപ്പറേറ്റുകളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചെലവുകൾക്ക് അവർക്ക് എത്ര കടമെടുക്കാം എന്നുള്ള നില അംഗീകരിക്കാനാകില്ല. വീട്ടിലിരുന്നു കൊണ്ട് പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടെ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാം. ഇംഗ്ലീഷ് കഫേ.